പിന്നെ ഇവിടെ ആ പാഠത്തിൽ 11ാമത്തെ പാഠം, നമ്മൾ 11ാമത്തെ പാഠം പറഞ്ഞില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഇസ്ലാം കാര്യത്തിലെ ഷഹാദത്ത് കലിമ പഠിച്ചല്ലോ. ആ പാഠത്തിൽ ഇനി നോക്കാനുള്ളൂ നഖറവ് വായിക്കുക, ജാ ജാ, പിന്നെ ചാ ചാ, ഞാ ഞാ. അപ്പോൾ ജാ പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ചായും ഞായും പഠിക്കാം. ജാ ഒരു കുത്താണ് താഴെ. അപ്പോൾ മലയാളത്തിൽ ചായ എഴുതണമെങ്കിൽ 3 കുത്ത് വേണം താഴെ, ചാ ചാ. ഇനി അത് ഞായാക്കാം, ആ ചാൻ്റെ മുകളിൽ ഒരു കുത്തിട്ടാൽ ഞായാകും. അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ദാ ദാ, ദാ ദാ. ആദ്യം ദൽവൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ദൽവ് ദാറൊക്കെ പഠിച്ചു. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, മലയാളത്തിൽ ഡായ ഉണ്ടാക്കുക, ഡാ ഡാ. അത് താഴെ കുത്തിടുമ്പോൾ ഡായായി, ഡാ ഡാ. പിന്നെ ഢാ ഢാ, ആ ഡാ ഉണ്ടെങ്കിൽ ശേഷം ഒരു ഹാ ഇട്ട ഢായായി. അത് മനസ്സിലാക്കുക. ഇനി ഉത്തരം കണ്ടുപിടിക്കണം. ആ ചോദ്യം 11ാമത്തെ പാഠത്തിൽ പാഠം വായിച്ചല്ലോ, അതിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ആൾ, അതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ, നമ്മൾ വായിച്ചതല്ലേ. 2, ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിൽ നിന്നത് എങ്ങനെയാണ് നിന്നത്? വിനയത്തോടെ നിന്നു. 3, ഉമർ റളിയല്ലാഹു അൻഹു കലിമ ഷഹാദത്ത് ചൊല്ലിയപ്പോൾ തക്ബീർ ചൊല്ലിയത് ആരാണ്? എല്ലാവരും അല്ലേ, എല്ലാവരും തക്ബീർ വെച്ചാൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ എല്ലാവരും. ഇനി 4, ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ചൊല്ലിയത് എന്താണ്? എന്താ ഉച്ചത്തിൽ ചൊല്ലിയത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി 5, അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അല്ലേ. അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി അർത്ഥം കണ്ടെത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലേ, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ അർത്ഥം എന്താ? തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു, വ്യക്തമാക്കി പറയുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാഠം നല്ലപോലെ വായിച്ചിട്ട് ഷഹാദത്ത് കലിമേൻ്റെ അർത്ഥവും ഈ ചോദ്യോത്തരങ്ങളൊക്കെ മനസ്സിലാക്കുക.